അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിക്സിനെതിരെ വീണ്ടും ശബ്ദമുയർത്തിയിരിക്കുകയാണ്. ബ്രിക്സ് അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാവുമെന്നുള്ള പേടി ശരിക്കും ട്രംപിനുണ്ട്. ട്രംപ് വിചാരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് അമേരിക്കൻ ഡോളറിനെ അട്ടിമറിക്കും, ഡോളറിന്റെ പ്രസക്തി ഇല്ലാതാക്കും എന്നുള്ളൊരു ഭയം ശരിക്കും പ്രസിഡന്റ് ട്രംപിനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ബ്രിക്സിനെതിരെ വലിയ വർത്തമാനങ്ങൾ പറയുന്നത്, ബ്രിക്സിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ നാറ്റോ കൂടി ഈ കൂട്ടത്തിൽ ചേർന്നിരിക്കുകയാണ്. നാറ്റോ എന്ന് പറയുമ്പോൾ അമേരിക്ക കൂടാതെ വേറെ കുറെ രാജ്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു അലയൻസ് ആണ്. ഇപ്പൊ നാറ്റോ കൂടി ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിന്റെ അതേ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നാറ്റോയുടെ സെക്രട്ടറി ജനറൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബ്രിക്സ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന, ബ്രസീലൊക്കെ റഷ്യക്കെതിരെ സംസാരിക്കണം, റഷ്യയുടെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങരുത്, റഷ്യയോട് യുദ്ധം നിർത്താൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നാറ്റോയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള പരമാധികാര രാജ്യങ്ങളായ ഇന്ത്യക്കും ബ്രസീലിനും റഷ്യക്കും അല്ലെങ്കിൽ ചൈനയ്ക്കും എതിരെയൊക്കെ സംസാരിക്കുന്നു എന്നുള്ളത് അറിയില്ല. അവർക്ക് ഇന്ത്യ ഇത്തരത്തിൽ റഷ്യയുമായി സഹകരിക്കുന്നു, അല്ലെങ്കിൽ ചൈന റഷ്യയുമായി സഹകരിക്കുന്നു, അല്ലെങ്കിൽ ബ്രസീൽ റഷ്യയുമായി സഹകരിക്കുന്നതൊന്നും നാറ്റോയ്ക്ക് വലിയ ഇഷ്ടമാവുന്നില്ല. ഇതിന്റെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഇവർക്ക് ഇവരുടെ ഈ ലോകത്തുള്ള ഒരു അധീശത്വം അത് നിലനിർത്താൻ പറ്റില്ലയോ എന്നുള്ള ഒരു ഭയം മാത്രമാണ്. എന്തായാലും ഇത്തരത്തിൽ നമ്മുടെ ബ്രിക്സ് രാജ്യങ്ങളെ ഒക്കെ ഭീഷണിപ്പെടുത്താൻ ഈ നാറ്റോയും അല്ലെങ്കിൽ അമേരിക്ക മാത്രമായും അല്ലെങ്കിൽ അമേരിക്കയൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ രാജ്യങ്ങൾ ഒന്നും പഴയ പോലെ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ ഇന്ത്യ പ്രതികരിച്ചത് ഡബിൾ സ്റ്റാൻഡേർഡ്സ് പാടില്ല എന്നുള്ളതാണ്. നാറ്റോയ്ക്കും അതിലെ അംഗരാജ്യങ്ങൾക്കും ഗ്യാസും എണ്ണയും ഒക്കെ ഇഷ്ടം പോലെ റഷ്യയിൽ നിന്നും വാങ്ങാം. അതേസമയം ഇന്ത്യക്കോ ചൈനയ്ക്കോ ബ്രസീലിനോ ഒന്നും റഷ്യയുമായി യാതൊരു തരത്തിലുള്ള ഇടപാടുകളും പാടില്ല എന്ന് പറയുന്നത് അതൊരു വലിയ ഇരട്ടത്താപ്പായാണ് ഇന്ത്യ അവതരിപ്പിച്ചത്. ബ്രസീലിന്റെ പ്രസിഡന്റ് പറഞ്ഞത്, ഞങ്ങൾക്കൊരു ചക്രവർത്തി ആവശ്യമില്ല, ഞങ്ങൾ പരമാധികാര രാജ്യമാണ്, അതുകൊണ്ട് ട്രംപ് ഭീഷണിപ്പെടുത്തുകയൊന്നും വേണ്ട എന്നുള്ളതാണ് ബ്രസീലിന്റെ പ്രസിഡന്റ് പറഞ്ഞത്. ഇതുപോലെ തന്നെ ചൈനയുടെ ചൈനയ്ക്കുള്ള തീരുവയൊക്കെ 100%, 150% ഒക്കെ കൂട്ടിയെങ്കിലും ചൈന നേരെ അതിന് അതേപോലെ ചുട്ട മറുപടി കൊടുത്തപ്പോൾ ട്രംപ് പറഞ്ഞു, ശരി, കുഴപ്പമില്ല, ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നുള്ള രീതിയിലേക്ക് വന്നു. ട്രംപ് പലതരത്തിലുള്ള ഭീഷണിയും പല രാജ്യങ്ങൾക്കെതിരെയും നടത്തുന്നുണ്ട്. അത് ചൈനയ്ക്കെതിരെ തീരുവയാണെങ്കിൽ ഇന്ത്യക്കെതിരെ ചിലപ്പോൾ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറയും. റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഒരുപാട് അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉക്രൈൻ ആയുധ സഹായം കൊടുത്തുകൊണ്ട് റഷ്യയും ഒക്കെ വിരട്ടാൻ നോക്കുന്നുണ്ട്. അതേപോലെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറാനെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്നുണ്ട്. ഇങ്ങനെ പല രാജ്യങ്ങളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഒരാവശ്യവുമില്ലാതെ ഇടപെടുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു സ്വഭാവമാണ്. അമേരിക്ക ഈ പറയുന്ന ഡോളറിന്റെ ബലത്തിലാണ് പല രാജ്യങ്ങൾക്കുമെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത്. ഇപ്പോൾ റഷ്യയിൽ യുദ്ധം നടക്കുന്ന സമയത്ത്, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധ സമയത്ത് റഷ്യയിലെ പല കോടീശ്വരന്മാരുടെയും ഈ വിദേശത്തുള്ള, പ്രത്യേകിച്ച് UK-യിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെയുള്ള ബാങ്കിലെ പണം ഫ്രീസ് ചെയ്യിപ്പിച്ചു. അത് നാറ്റോയുടെയും അമേരിക്കയുടെയും ഒരു സമ്മർദ്ദ തന്ത്രമായിരുന്നു. മാത്രമല്ല റഷ്യയുമായുള്ള എണ്ണ കച്ചവടം നടത്തുന്ന അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെയെല്ലാം ഇവർ പലതരത്തിലുള്ള ഭീഷണികൾ മുഴക്കി നോക്കി. ഇന്ത്യക്കെതിരെയും പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ത്യ അതിനെ വഴങ്ങിക്കൊടുത്തില്ല. ചൈനയ്ക്കെതിരെ ഭീഷണി ഉണ്ടായിരുന്നു, പക്ഷേ ചൈനയും വഴങ്ങിക്കൊടുത്തില്ല. ഇതുപോലെ പണ്ട് ഇറാനിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിന് ഇവർ തടസ്സമെന്നാണ്. ഇറാന് ഉപരോധം ഏർപ്പെടുത്തി ഇന്ത്യയോട് പറഞ്ഞു, ഇനി ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന്. ഇപ്രാവശ്യം റഷ്യയുടെ കാര്യത്തിലായപ്പോൾ ഇന്ത്യ പറഞ്ഞു, അത് അംഗീകരിച്ചു തരാൻ പറ്റില്ല, നിങ്ങൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞു. അതുപോലെ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പറ്റില്ല, വെനസ്വേലയ്ക്ക് ഉപരോധങ്ങളാണ്. ഇത്തരത്തിൽ ഉപരോധങ്ങളിൽ ഏർപ്പെടുത്തുന്ന സമയത്ത് മാർക്കറ്റിൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന എണ്ണ എവിടെ നിന്നാണോ കിട്ടുക അവിടെ നിന്ന് വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി. ഇത് നമ്മളുടെ രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ നേരിടുകയാണ് ചെയ്തത്. നാറ്റോയിലെ പല അംഗരാജ്യങ്ങളും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യയിൽ നിന്ന് ഇപ്പോഴും ഇന്ധനം വാങ്ങുന്നുണ്ട്. ഇന്ധനം മാത്രമല്ല, ഇവരുടെ പല കമ്പനികളും റഷ്യയിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. കുറേ കമ്പനികളൊക്കെ റഷ്യ വിട്ടു പോയെങ്കിലും ഇപ്പോഴും പല വെസ്റ്റേൺ കമ്പനികളും റഷ്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല റഷ്യയിൽ നിന്നും പലതരത്തിലുള്ള സാധനങ്ങൾ പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട്. US-ലേക്കുള്ള യുറേനിയം പോകുന്നത് ഇപ്പോഴും റഷ്യയിൽ നിന്നാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവർ വാങ്ങുന്ന മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഈ പറയുന്ന എണ്ണ ഉപയോഗിച്ച്, ക്രൂഡ് ഓയിൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ക്രൂഡ് ഓയിലിനെ സംസ്കരിച്ച് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട്. ഇത് വാങ്ങിയില്ലെങ്കിൽ അവർക്ക് അവരുടെ നാട്ടിൽ വലിയ ഇന്ധന വിലക്കയറ്റം, അതുപോലെ മൊത്തത്തിൽ എല്ലാ സാധനങ്ങളുടെയും വിലക്കയറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് ഇവർ ഇത്തരത്തിലുള്ള പല നടപടികളും സ്വീകരിക്കുന്നത്. വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് ഇവർ നടത്തുന്നത്. പുറമെ ഈ പറയുന്ന റഷ്യക്കെതിരെ പരസ്യമായി നിലപാടെടുക്കുകയെങ്കിലും ഒരു നാണവുമില്ലാതെ ഇത്തരത്തിൽ റഷ്യയിൽ നിന്നുള്ള സാധനങ്ങൾ ഇവർ വാങ്ങുകയും ചെയ്യും. ഇതാരെങ്കിലും ചോദിച്ചാൽ അത് അവരുടെ യുദ്ധസമയത്തുള്ള വളരെ പ്രായോഗികമായിട്ടുള്ള അവരുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ സമീപനമാണെന്ന് പറഞ്ഞ് ഒഴിയുകയും ചെയ്യും. അതേസമയം മറ്റു രാജ്യങ്ങൾ ഇത്തരത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ
അത് ഇവർക്ക് തീരെ സഹിക്കാൻ പറ്റാത്തതുമാണ്. പക്ഷേ പല രാജ്യങ്ങളും ഇപ്പോൾ ബ്രിക്സിനൊപ്പം ചേരുന്നുണ്ട്. ഡോളറിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു അകലം പാലിച്ച് ഡോളർ ഇല്ലാതെ തന്നെ വ്യാപാരം നടത്താൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുന്ന പല രാജ്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. ഇറാനും റഷ്യയും ഉൾപ്പെടെ, ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇപ്പോൾ തന്നെ ഇന്ത്യൻ രൂപയിലാണ് ഇടപാട്. ചൈനയും റഷ്യയും തമ്മിൽ ചൈനീസ് യുവാനിലാണ് കച്ചവടം നടക്കുന്നത്. ശരിക്കും ഇന്ത്യ ചൈന പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടുകയാണെങ്കിൽ ബ്രിക്സിന് സ്വന്തമായി ഒരു കറൻസി ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടാണ് നാറ്റോയും അമേരിക്കയും ഇതിനെതിരെ ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. അങ്ങനെ ഒരു കറൻസി ഉണ്ടായാൽ ഈ ബ്രിക്സ് എന്ന് പറയുന്നത് ലോക ജനസംഖ്യയുടെ ഏകദേശം പകുതിയിൽ കൂടുതൽ ജനങ്ങൾ വസിക്കുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അവർ ഒരു കറൻസി ഉണ്ടാക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏകദേശം പകുതിയോളം ജനങ്ങളും പുതിയ കറൻസി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡോളറിന്റെ തുക അവിടെ അവസാനിക്കും. ഇത് നാറ്റോയ്ക്കാണെങ്കിലും അമേരിക്കയ്ക്കാണെങ്കിലും തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അമേരിക്ക അതിന്റെ സൈനികവും സാമ്പത്തികവും സാംസ്കാരികവുമായ അധീശത്വം ലോകമെമ്പാടും തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പുരോഗതിയിലേക്ക് വരികയും അവർ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാതിരിക്കുകയും ചെയ്യുന്നത് അമേരിക്കയെ ശരിക്കും പരിഭ്രാന്തിയിലാഴ്ത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയും ചൈനയും അല്ലെങ്കിൽ ബ്രസീലും ഒന്നും പുതിയ സാമ്പത്തിക ശക്തികളായി വളർന്നു വരാതിരിക്കാനുള്ള എല്ലാ കോപ്പുകൂടലുകളും അമേരിക്ക രഹസ്യമായി നടത്തുന്നുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഗൂഢനീക്കങ്ങളെ തിരിച്ചറിഞ്ഞാണ് ഇന്ത്യ ചൈന പ്രശ്നത്തിൽ മറ്റാരുടെയും ഇടപെടൽ ആവശ്യമില്ല എന്ന് ഇന്ത്യ പരസ്യമായി പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിലും ഇതുതന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ഈ സമയത്ത് നിങ്ങൾ യുക്രൈനോട് കൂടെ നിന്നില്ലെങ്കിൽ ചൈന ഇന്ത്യയെ ആക്രമിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ചോദ്യം ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ച സമയത്ത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ ആരെയും ഈ പ്രശ്നത്തിൽ ഇടപെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ ചൈനയെ വളരെ കാലമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞങ്ങൾക്കത് കൈകാര്യം ചെയ്യാനുള്ള തന്റെ ഇടമുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, യൂറോപ്പിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ മറ്റുള്ള എല്ലാ രാജ്യങ്ങളും അതിൽ ഇടപെടുകയും അവരുടെ പ്രശ്നം യൂറോപ്പിന് അനുകൂലമായി പരിഹരിക്കാൻ വേണ്ടുന്ന നിലപാടുകൾ സ്വീകരിക്കുകയും വേണം. അതേസമയം ലോകത്ത് മറ്റു രാജ്യങ്ങളിൽ മറ്റു പ്രദേശങ്ങളിൽ എന്ത് പ്രശ്നം നടന്നാലും യൂറോപ്പിനെ അത് ബാധിക്കുകയില്ല എന്ന തരത്തിലുള്ള ഒരു ചിന്താഗതി യൂറോപ്പ് മാറ്റേണ്ട സമയമായി എന്നുകൂടി നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു. ഇന്ത്യ എന്തായാലും ഇന്ത്യയുടെ കാര്യം ആദ്യം എന്നുള്ള ആ ഒരു നയത്തിനെ മുറുകെ പിടിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യയെ പലതരത്തിൽ തീരുവ കാണിച്ച് ഭീഷണിപ്പെടുത്താൻ ട്രംപ് ശ്രമിക്കുമ്പോഴും നാറ്റോയുടെ ജനറൽ സെക്രട്ടറി തീരുവ കാണിച്ച് ഇന്ത്യയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും പലതരത്തിലുള്ള ഭീഷണികൾ ഇന്ത്യക്ക് മുന്നിൽ വരുമ്പോഴും ഇന്ത്യ എന്തായാലും ഇത്തരത്തിലുള്ള ഭീഷണികൾക്ക് മുന്നിൽ അടിയറവ് പറയില്ലെന്നും സ്വന്തം രാജ്യത്തിന്റെ താൽപര്യത്തിനാണ് മുൻഗണന എന്നും ഉറക്കെ പറയുകയാണ് ചെയ്യുന്നത്.